ബിസിനസ്സിൽ നമുക്ക് എവിടേക്ക് എ ഐ യൂസ് ചെയ്യാം? ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തു. ബിസിനസിന്റെ കേസിൽ സെയിൽസിൽ എവിടേക്ക് നമുക്ക് എ ഐ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പലപ്പോഴും കേരളത്തിൽ ബിസിനസ് ഓണേഴ്സ് സെയിൽസിന്റെ കേസ് മാനുവലി ആണ് ചെയ്യുന്നത്. നമുക്ക് അത് ഏതൊക്കെ മേഖലയിൽ എവിടേക്ക് നമുക്ക് എ ഐ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന്, സെയിൽസ് ലീഡ് ജനറേഷന്റെ കേസിൽ ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് എക്സാക്ട് ക്വാളിറ്റിയിലെ ലീഡ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ നമുക്ക് എ ഐ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലെ ലീഡ്സ് കിട്ടും. അതേപോലെ തന്നെ സെയിൽസ് ഫോളോ അപ്പിന്റെ കേസിൽ നമ്മൾ CRM-ൽ, വാട്സപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ ChatGPT അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് റിപ്ലൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൺവേർഷൻ, നല്ല ക്വാളിറ്റി കൺവേർഷൻ കിട്ടും ചെയ്യും. അത് പിന്നെ സെയിൽസ് ടീം വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ സെയിൽസ് ടീം ഫോളോ അപ്പ് ബൈ കോളിങ്ങിന് പകരം ഓട്ടോമേറ്റഡ് കോൾസ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ കോളിംഗ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ക്ലോസിംഗ് എളുപ്പമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചില ലാൻഡിംഗ് പേജിലൊക്കെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓട്ടോമാറ്റിക്കായി എ ഐ വിളിക്കുന്നത്. ഈ മേഖലയിലൊക്കെ നമുക്ക് എ ഐ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ സെയിൽസിന്റെ കേസിൽ എ ഐ എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള മറ്റ് ഐഡിയാസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ ബിസിനസ് എ ഐ ടിപ്സ് നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടി ഡു ഫോളോ ആൻഡ് വി വിൽ വാച്ച് ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.